തുടർച്ചയായി മയക്കുമരുന്ന് വ്യാപനത്തിന്റെ വാർത്തകൾ വരുമ്പോൾ അതിന് തടയിടുക എന്നതിൽ പൊതുജനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കോഴിക്കോട് എന്ന തരത്തിൽ തീരുമാനം വരുന്നുണ്ട്. മയക്കുമരുന്ന് വ്യാപനത്തിന് എതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് മഹല്ല് കമ്മിറ്റികൾ. ലഹരിയുമായി നടക്കുന്നവരെ ബഹിഷ്കരിക്കാനാണ് കോഴിക്കോട് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികളുടെ യോഗത്തിൽ തീരുമാനമായത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കാനും തീരുമാനമുണ്ട്. ലഹരി മരുന്ന് ഉപയോഗവും അതേ തുടർന്നുള്ള സംഘർഷങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മഹല്ലുകൾ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മയക്കുമരുന്നിന് അടിമയായ മകൻ ആഷിഖ് മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പുതുപ്പാടിയിലെ ഈ സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പ് ഈങ്ങാപ്പുഴയിൽ മറ്റൊരു കൊലപാതകം. ലഹരിക്ക് അടിമയായ യാസർ ഭാര്യ ഷിബിലയെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. അക്രമത്തിൽ പരുക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കൾ ചികിത്സയിലാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി ശക്തമാക്കുകയാണ് മഹല്ല് കമ്മിറ്റികൾ. ലഹരി ഉപയോഗിക്കുന്നവർക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കില്ല. തീരുമാനമുള്ള ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ സമ്പൂർണ്ണമായ ബോധവൽക്കരണം തന്നെയാണ്. ഒന്നാമത്തെ യുവാക്കളെ, യുവത്വത്തിനെ, പ്രത്യേകിച്ച് കുട്ടികളെ രക്ഷകർത്താക്കൾക്കോ അധ്യാപകർക്കോ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ തുറന്നു പോകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് അവരേക്ക് ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ പാരൻറ്റിങ് അവർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ സൗഹൃദങ്ങൾ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ ബോധവൽക്കരണം നടത്താനും ഫലപ്രദമായ പാരന്റിംഗ് എങ്ങനെ വേണമെന്ന് മഹല്ല് തലത്തിൽ പരിശീലനം നൽകാനും യോഗം തീരുമാനിച്ചു. ലഹരിക്കെതിരെ മഹല്ല് തലത്തിൽ ബഹുജന കൂട്ടായ്മ രൂപീകരിക്കും. പോലീസുമായും എക്സൈസുമായും ചേർന്ന് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാനും മഹല്ല് കമ്മിറ്റികൾ തീരുമാനിച്ചു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ശ്ലാഘനീയം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.